മറ്റാരുണ്ട് LDF അല്ലാതെ? തിരുവനന്തപുരം ജില്ലയിൽ 2021 14 13 LDF-നോടൊപ്പം നിന്ന ജില്ലയാണ്. മാത്രം. അതെ അതെ, തലസ്ഥാന നഗരി എങ്ങനെ വോട്ട് ചെയ്യുന്നു അവർക്കൊപ്പം ഭരണം പോകുന്നുള്ളതാണ് രീതി. 14 13 LDF-നോടൊപ്പമായിരുന്നു ഒരേ ഒരിടം, തിരുവനന്തപുരം മാത്രം. തിരുവനന്തപുരം ജില്ലയ്ക്ക് ഒരു പ്രത്യേകതയുള്ളത് ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നു എന്ന് പറയുന്നത്. 2 മണ്ഡലങ്ങളിലല്ല, 4 മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം. ഇപ്പൊ പറയുന്നത് 5 മണ്ഡലങ്ങളിൽ ശക്തമായ ത്രികോണ മത്സരം ഉണ്ട് എന്നാണ്. BJP വിജയം പ്രതീക്ഷിക്കുന്ന 2-ൽ കൂടുതൽ മണ്ഡലങ്ങളുള്ള വളരെ വളരെ നിർണായകമാണ്. ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും നിർണായകമായ ജില്ലയായി തിരുവനന്തപുരം മാറുന്നു. നമ്മൾ ആദ്യം നോക്കുന്നത് വർക്കലയാണ്. ആദ്യം വർക്കല. ജില്ലാ പ്രസിഡന്റ്, ജില്ലാ സെക്രട്ടറി തന്നെ മത്സരത്തിനിറങ്ങുന്നു. ജില്ലാ സെക്രട്ടറി ആയിരുന്നു. ഒരു തമാശ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ കോൺഗ്രസ്സുകാർ ഈ ബിജോയ്ക്കെതിരെ ഉയർത്തിയ ആരോപണം എന്താണെന്നറിയോ? ഞങ്ങളുടെ ഏറ്റവും മികച്ച MLA നഷ്ടപ്പെടുത്തിയ തീരുമാനം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അനൗൺസ്മെന്റ് നടത്തി. അതിപ്പോ ബിജോയ് എടുത്ത് തിരിച്ചു പോയിരിക്കുന്നുണ്ട്. പക്ഷെ വർക്കല കഹാറാണ് കേട്ടോ, ചെറുതല്ല. വർക്കലയ്ക്ക് മേൽവിലാസം ഉണ്ടാക്കി കൊടുത്ത നേതാവും വർക്കലയ്ക്ക് രണ്ടുപേരും പോരാ. അപ്പോ എന്താണ് വർക്കലയിൽ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. LDF. ബിജോയ് വിൽ എൻജോയ് വർക്കല എന്നുള്ളതാണ്. അടുത്തത് ആറ്റിങ്ങൽ. OS അംബികയാണ്. UDFന്റെ സന്തോഷ് ഭദ്രനാണ്. NDAയുടെ P സുധീറാണ്. 2021 BJP 2ാം സ്ഥാനത്തെത്തിയ മണ്ഡലമാണ്. 38,262 വോട്ട്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല കേട്ടോ. 25% വോട്ടാണെങ്കിൽ LDF-ന് 47% വോട്ടാണ്. 31,000 വോട്ടിന്റെ ഭൂരിപക്ഷം. നമുക്ക് ഈ OS അംബിക എന്ന് പറയുമ്പോൾ വലിയ ഇങ്ങനെ സംസ്ഥാന വ്യാപകമായി അറിയപ്പെടുന്ന നേതാവൊന്നുമില്ല. പക്ഷെ ഭൂരിപക്ഷം നോക്കിയാൽ നമ്മൾ ഞെട്ടിപ്പോ. പക്ഷേ OS അംബിക നമ്മളൊരു വാർത്ത ചെയ്തപ്പോൾ, കിളിമാനൂർ ഒരു വാർത്ത ചെയ്ത സമയത്ത് OS അംബിക അവിടെ ഓടിയെത്തുന്ന കണ്ടു. അതാണ് ഭൂരിപക്ഷം. പട്ടികജാതി വർഗ്ഗക്കാരുടെ വീട് പ്രശ്നത്തിൽ OS അംബിക ഇടപെട്ടു. വളരെ കൃത്യമായത് നടപ്പാക്കാൻ അരമണിക്കൂർ സമയം, അരമണിക്കൂറിന്റെ ഇടപെട്ടു. അപ്പൊ OS അംബിക ഇത്തവണയും മത്സരിക്കില്ല എന്നൊക്കെ പറഞ്ഞു കേട്ടിരുന്നു. പക്ഷെ അംബിക തന്നെ വരുന്നു. അംബികയാണോ സാധ്യത? നമുക്ക് നോക്കാം. 31,636 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു ഇക്കുറി ട്രെൻഡ്. LDF വലിയ മത്സരമാണ്. വലിയ പ്രതീക്ഷ വെച്ച് പുലർത്തുന്നുണ്ട്. അവിടെ 25%-ലേറെ. അല്ല, 22 പേർക്കും NDAയ്ക്കും 25%. അടുത്ത മണ്ഡലത്തിലേക്ക് ചിറയൻകീഴ്. അതായത് സ്ഥാനാർത്ഥികൾ വരട്ടെ. LDF-ലെ മനോജ് ബി ഇടമനയാണ്. UDF-ലെ അനൂപാണ്. ചിറയൻകീഴ് സംഭവിക്കും. ചിറയൻകീഴ് ഈ NDA മത്സരിക്കുന്ന BS അനൂപ് നേരത്തെ എവിടെ ഉണ്ടായിരുന്ന ആളാണ്? കോൺഗ്രസ് ഉണ്ടായിരുന്ന ആളാണോ? അതെ, അവിടുന്ന് വന്നിട്ടല്ലേ മത്സരിക്കുന്നത്? അതെ, കോൺഗ്രസിന് മാറി BJP-യിൽ ചേർന്ന BS. അപ്പോ 2 കോൺഗ്രസ്സുകാർ മത്സരിക്കുന്നുണ്ടല്ലോ. 2 കോൺഗ്രസ്സുകാർ ഇത്തവണ മത്സരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇടുക്കിയിലൊക്കെ ഒന്നുകൂടെ പറയാം. അല്ല, തിരുവനന്തപുരത്ത് വേറെ എടപ്പള്ളിയിലെ ബ്ലോക്കിൽ കുടുങ്ങി. അപ്പൊ നമുക്ക് ചിറയൻകീഴിലേക്ക് എത്തിയാൽ ഹരിദാസിനെ കൊണ്ട് നിർത്തിയപ്പോ തന്നെ DCC പ്രസിഡന്റിന്റെ കോലം കത്തിച്ച മണ്ഡലം. പക്ഷെ പ്രചാരണമാണ്. തുടക്കം കുറിച്ചത് കോലം കത്തിച്ചിട്ടാണുള്ളൂ. നമുക്ക് നോക്കാം. അഴൂരടക്കമുള്ള കേന്ദ്രങ്ങളുണ്ട്. അവിടെ വോട്ട് പ്രധാനമാണ്. 12% ഡിഫറൻസ്. അല്ല, ഈ അരുൺ സാർ, ഇതിനകത്ത് പ്രത്യേകതയുണ്ട്. ഒരു UDF-ന്റെ ഭാഗത്തെ ആള് NDA-ലേക്ക് പോയാൽ എന്താണ് ഏറ്റവും ഉപകാരപ്പെടുക? വ്യക്തിബന്ധമാണ്. വ്യക്തിബന്ധ വോട്ടാണല്ലോ ഏറ്റവും അധികം. അത് എവിടുന്ന പോവാ? UDF-ന് പോകും. അനൂപിന് കൊണ്ടുപോകുന്ന വോട്ടിന്റെ 2000 വോട്ട് എവിടുന്ന് പോകും? UDF-ന് വോട്ട്. ഇനി വേറൊരു കാര്യം കൂടി ഉണ്ട്. അവിടെ രമ്യ ഹരിദാസിനെ വിജയിപ്പിച്ചു എന്ന് കരുതൂ. ആ വിജയിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെയുള്ള ഏതെങ്കിലും നേതാക്കൾക്ക് ആ സീറ്റ് കിട്ടൂ? രമ്യ ഹരിദാസ് ആ മണ്ഡലത്തിൽ ഇല്ലല്ലോ. LDF-നാണെങ്കിലും UDF-നാണെങ്കിലും എന്തുകൊണ്ടാ പാലം വലിക്കുന്നത്? ഇവൻ ജയിച്ചാൽ ആ വർഷം ജയിക്കുന്നതിന്റെ പ്രശ്നമല്ല, ഇവൻ ജയിച്ച ആ മണ്ഡലം ഇനി ജീവിതത്തിൽ കിട്ടൂല. ഇതുവരെ പറഞ്ഞു വന്ന മണ്ഡലങ്ങളിൽ കോൺഗ്രസിന് മാത്രം അങ്ങനെ ഒരു അവകാശമുള്ളൂ. ഏറ്റവും കൂടുതൽ തദ്ദേശത്തിൽ UDF-ന് 500-ൽ താഴെ വോട്ടിന്റെ ലീഡേ ഉള്ളൂ. ആ ഒരു ലീഡ് അനൂപിനെ കൊണ്ട് ഏതാണ്ട് NDA കേന്ദ്രങ്ങളുണ്ട്. അവിടെ NDAക്ക് വോട്ട് ചോർച്ചയുണ്ട്. അവിടെ കാര്യമായി ചെറിയ